ഹലോ ഗൈസ്, അപ്പം നമ്മളിന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പം എന്തൊക്കെ വേണ്ടതെന്ന് കാണിച്ചു തരാവേ. അപ്പം ഇത് ശർക്കര നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് സെറ്റായി വരട്ടെ. പിന്നെ അതവിടെ നാളികേരം ഉണ്ട്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താ ഉണ്ടാക്കാൻ പോകണമെന്നല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ട പൊടി എടുക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് വേണ്ട പൊടി എടുക്കാം. ക്ലിയർ കുറവുണ്ട് തോന്നുന്നു. അടുക്കളയിൽ ലൈറ്റ് കുറച്ച് കുറവുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പൊടി, അരിപ്പൊടി. ഇത് റേഷൻ കടയത്തെ പച്ചരി, പിന്നെ സ്കൂളിൽ നിന്ന് അരി ഇട്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ. അപ്പം അതും കൂടി കൂട്ടിപ്പൊടിച്ചതാ. അപ്പം നമ്മൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ പോകണം. നൂൽപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പൊടിച്ചതാണ്. അപ്പം നമ്മൾ അതും കൊണ്ടാണ്. പോരെ കുറച്ചും കൂടി ഇട്ടളാന്ന്. എന്താ വൈകുന്നേരം ഇപ്പം സമയം എത്രയെന്ന് അറിയോ? 7 മണിയാവാനാ പോകണം. അപ്പോഴാണ് ഇപ്പം ഓരോ പൂജ ഇളകുന്നത്. ഉണ്ടംപൊരി വളർന്ന് അപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. നോക്കട്ടെ എത്ര ഉണ്ട് വരും. ആവശ്യം വരും. ഇത്ര നേരം പറയുന്നില്ല. അപ്പോൾ അത് ഉണ്ടാക്കൽ കഴിഞ്ഞിരുന്നു. ആവശ്യക്കാരി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഇവർ പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ. പറയുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത്, അല്ലെങ്കിൽ നിർബന്ധിച്ചാലും കൂടി കഴിക്കില്ല. അങ്ങനത്തെ ആൾക്കാരെ. നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാട്ടോ പൊടി കുഴക്കുകയാണ്. പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇതിൽ അങ്ങനെ അങ്ങോട്ട് ശർക്കര നിറച്ചാണ്ട് വേവിച്ചാലും വേഗം പണി കഴിഞ്ഞിരിക്കും. അവിടെ ഉണ്ടാക്കുക, അത് അതിലാണ് നിറയ്ക്കുക. അപ്പം ഇനി ഇതൊരു ബോൾസായിട്ട് എടുക്കാം കേട്ടോ. ഓരോ ബോൾസായിട്ട് എടുക്കാം. മനസ്സിലായിട്ടുണ്ടാവൂലേ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന്. ഇങ്ങനത്തെ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് എത്ര ഉണ്ടാവുമെന്നറിയില്ല. നമ്മളിതൊക്കെ ഉരുട്ടിയിട്ടുണ്ട് കേട്ടോ. ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നിറയ്ക്കാം. അതിനകത്ത് നാളികേരം നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുക കേട്ടോ. പണി ചെറുതായിട്ടൊന്ന് പാളിയൊന്ന് സംശയമുണ്ട്. കണ്ടോ, ഇത് ശർക്കര ആക്കിയത്. ഇപ്പം അധികമായിട്ടാണ് ആവോരിക്കിയത്. ഇത് കയപ്പ് ഉണ്ട്. തേങ്ങ ഒക്കെ പോയി. തേങ്ങ മാത്രം നിറച്ചാൽ മതി. കുളാവോ? ഇതെല്ലാം ചെയ്ത് നോക്കട്ടെ എന്താവുന്നാവും. അപ്പോൾ നമ്മളിത് ഈ ബോൾസിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ പോകും കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. ശർക്കര എന്തോ ഒരു മാതിരി ചോയ. നമ്മളിത് ഇതേപോലെ ഒരു കുണ്ടാക്കിയിട്ട് അതിൽ കുറച്ചാക്കണുള്ളൂ. ഒരു കയപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ശർക്കരയുടെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പം? ചെറിയ എൻ്റെ കുഴപ്പമാവും മിക്കവാറും. കാരണം ഞാനത് ഉരുക്കാൻ വെച്ചിട്ട് അത് ഇളക്കാതെ വെച്ചിട്ട് എന്തുണ്ടായതെന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാക്കി ഇനി അല്ലാതെ അതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലെ വെക്കണം കേട്ടോ. ഇതിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം. അപ്പോൾ എല്ലാതും ഇതിലേക്ക് മാറ്റി കേട്ടോ. ആവിയിൽ നന്നായിട്ടൊന്ന് വേവണം.
രാത്രി ഒന്ന് കുറച്ച് അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു. അപ്പോൾ അതവിടെ തീ കത്തിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് പിന്നെ പണിയല്ലേ, എന്തെങ്കിലും ഉണ്ടാക്കാൻ നിന്നാൽ പിന്നെ പണിയോട് പണിതാ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. നാളികേരം ചിരകിയത് അങ്ങനെ ഓരോന്നുണ്ട്, അതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പം നമ്മൾ ഉണ്ടാക്കിയത് സെറ്റായിട്ടുണ്ട്. കാണിച്ചു തരാം. ആവി പറക്കണം, ആവി പറക്കുന്ന ഉണ്ട. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യാം. സൂപ്പറാ. ശർക്കര ഉണ്ട. ഓക്കെ, ബൈ.